കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ പ്രാണൻ. നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധാരണമായൊരു പദമാണ് പ്രാണപ്രിയൻ, പ്രാണനാഥൻ തുടങ്ങിയ വാക്കുകളൊക്കെ മനുഷ്യർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പൊ ഈ പ്രാണൻ എന്ന് പറയുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ കാണുന്നത് സോൾ എന്നാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യന് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഈ 3 തലം നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ സോൾ, നമ്മുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, നമ്മളിലുള്ള നമ്മുടെ ജീവൻ ദൈവത്തിന്റെ ജീവൻ, സകല മനുഷ്യരുടെയും ജീവൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് സംശയമൊന്നുമില്ല. ദൈവമാണ് ജീവന്റെ ഉറവിടം, സകലർക്കും ജീവൻ നൽകുന്നത്, ജീവന്റെ കാരണക്കാരൻ കർത്താവ്. എന്നാലും നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് ഉള്ളവനായി സൃഷ്ടിച്ചു. മറ്റു ജീവജാലങ്ങൾക്കല്ല ജീവനുണ്ട്, ശരീരമുണ്ട്, പക്ഷെ അവയ്ക്ക് മനസ്സില്ല, സോളില്ല, പ്രാണനില്ല. പ്രാണൻ എന്ന് പറയുമ്പോൾ ജീവൻ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അതായത്, എന്നാൽ മനുഷ്യന് മാത്രമാണ് ദേഹം, ദേഹി, ആത്മാവ്. ആത്മാവിനെ, അതായത് ദേഹിയെ തന്നത്, സോൾ, നമുക്ക് മാത്രം. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ എടുത്തു, നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ എടുത്തു, അതുകൊണ്ട് പൊടിയിലേക്ക് തന്നെ മനുഷ്യൻ ചേരും. പക്ഷെ പൊടിയിലേക്ക് മനുഷ്യൻ ചേരുമെന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ശരീരഘടനയാണ് മണ്ണിനോട് ചേരുന്നത്. എന്നാൽ മനുഷ്യന്റെ ജീവന്റെ ആധാരം, മനുഷ്യന്റെ നേച്ചർ, അത് ദൈവത്തിലേക്ക് ചേരുന്നു എന്നാണ് സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് അവന്റെ ജഡം മണ്ണിലേക്ക് ചേരുന്നു, എന്നാൽ ആത്മാവ് താൻ നൽകിയ ദൈവത്തിലേക്ക് ചേരുന്നു എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. അപ്പൊ അവിടെ ദൈവവചനം നമുക്ക് ഉറപ്പ് തരുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിലേക്ക്, നമുക്ക് സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. സ്പിരിറ്റ് ദൈവത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാല് നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രാണൻ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ്, ഏറ്റവും വലിയ ഗിഫ്റ്റാണ്, ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്കുള്ള സോൾ, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തുന്നത്, അല്ലേ? നിശ്ചയമായിട്ടും മനസ്സിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ആശയങ്ങൾ എൻ്റെ മനസ്സിലാണ് ഉണ്ടാകുന്നത്, അതിനുശേഷമാണ് എൻ്റെ വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ മനസ്സ്, ഇപ്പൊ എൻ്റെ സോൾ, എൻ്റെ മൈൻഡിലാണ് എൻ്റെ ചിന്തകളെല്ലാം രൂപപ്പെടുന്നത്, ആശയങ്ങളെല്ലാം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലാണ് ആദം പാപം ചെയ്തപ്പോൾ അവന് സംഭവിച്ചൊരു കാര്യം, ആത്മാവിനോട് ചേർന്ന് നിന്ന മനസ്സ് ജഡത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി. ആത്മാവിനോട് ചേർന്ന് നിന്ന് കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്ന ആദമിന്റെ ജീവിതത്തിൽ ജഡത്തോട് ചേർന്ന് കാര്യങ്ങളെ കാണാൻ തുടങ്ങി. ആത്മാവിനോട് ചേർന്ന് നിന്ന മനസ്സുമായിരുന്നപ്പോൾ അവന്റെ നഗ്നത ഒരിക്കലും അവന് ഒരു വലിയ ലജ്ജയായിരുന്നില്ല. കാരണം അവന് ദൈവം മഹത്വത്തിൽ നിറഞ്ഞു നിൽക്കുക. എന്നാൽ എപ്പോഴാണോ അവനില് ആത്മാവിനോട് ചേർന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് ജഡത്തിനോട് ചേർന്ന് ചിന്തിക്കുന്ന തലത്തിലേക്കായത്, അവിടെയാണ് അവന് വീഴ്ച ഉണ്ടാകുന്നത്. അവിടെ അവൻ ലജ്ജയോർത്ത് ഭയപ്പെട്ട് അവന് മനസ്സിൽ ഭയം, മനസ്സിനകത്ത് ആത്മാവിനോട് ചേർന്ന് നിന്ന മനസ്സ്, തന്നെ ആക്കിയ, തന്നിലുണ്ടായിരുന്ന ദൈവത്തിന്റെ ജീവനോട് ചേർന്ന് നിന്ന മനസ്സ് മാറിപ്പോയി. പകരമായിട്ട് അവൻ ജഡപ്രകാരം കാര്യങ്ങളെ കാണാൻ തുടങ്ങി. അവിടെയാണ് മനുഷ്യന്റെ പതനം സംഭവിച്ചത്. പിന്നീട് അവന്റെ കാര്യങ്ങളെല്ലാം ഹൃദയ വിചാരങ്ങൾ, അവന്റെ പ്രവർത്തികൾ നോക്കിയിട്ടല്ല ദൈവം അവനെ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, മനുഷ്യന്റെ
മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യൻ ജഡം തന്നെയല്ലോ. അപ്പൊ ആത്മാവ് വാദിക്കുന്നതിൽ നിന്ന് ജഡം തടയാൻ തുടങ്ങി. എന്നാൽ 5-ാം വാക്യത്തിൽ പറയുന്ന അവന്റെ ഹൃദയ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതെന്ന് കണ്ടു. ഹൃദയ നിരൂപണങ്ങൾ. അപ്പൊ അവിടെ അവനെ വീഴിക്കുന്നത് ഹൃദയത്തിന്റെ നിരൂപണങ്ങളാണ്. ഹൃദയത്തിന്റെ നിരൂപണം, പ്രവർത്തികളല്ല. അപ്പൊ അവിടെ മനസ്സിനാണ് വളരെയേറെ പ്രാധാന്യം. മനസ്സ് തെറ്റിപ്പോയി, മനസ്സ് വീണുപോയതോടുകൂടെ, മനസ്സ് ദൈവിക ബോധത്തിൽ നിന്ന് അവൻ മാറിപ്പോയതോടുകൂടെ അവൻ വീണുപോയി. മനസ്സ് ആത്മാവിനോട് ചേർന്ന് നടക്കേണ്ടതിന് പകരം ജഡത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ വീണുപോയി. അപ്പൊ അവിടെ മനുഷ്യന്റെ മനസ്സിൽ, ചിന്തകളിൽ ദൈവിക ഭാവം ദൈവം നൽകിയിരിക്കുക. എപ്പോഴാണോ അവന്റെ മനസ്സ് ആത്മാവിനോട് ചേർന്ന് ചിന്തിക്കുന്നത്, അവൻ ദൈവിക ഭാവത്തിലായി. എപ്പോഴാണോ അവന്റെ മനസ്സ് ജഡത്തോട് ചേർന്ന് നിൽക്കുന്നത്, അവൻ ജഡീകനായി. ഇവിടെ ആദമിനെ തുടർന്നുള്ള തലമുറയിൽ സംഭവിച്ച ഒരു വലിയ വീഴ്ച ഏതാണ്? അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തകളിൽ അവരെ കഠിനമായി, ശക്തമായി നിയന്ത്രിക്കാനായിട്ട് തുടങ്ങി ജഡപ്രകാരം കാണുന്നതിനനുസരിച്ച് പ്രതികരിക്കുന്നു, ദേഷ്യപ്പെടുന്നു, വഴക്കുണ്ടാക്കുന്നു, കൊലപാതകം ചെയ്യുന്നു, പാപം ചെയ്യുന്നു. അവരുടെ ജഡം അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവരെ നിയന്ത്രിക്കാനായിട്ട്. അവിടെയാണ് ദൈവം നോഹയുടെ കാലത്ത് മനുഷ്യനെ മുഴുവൻ നശിപ്പിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നത്. എന്നാൽ പിന്നത്തെ നമുക്കറിയാം, മനുഷ്യൻ ജഡപ്രകാരം ജീവിക്കുന്ന മനുഷ്യനെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച വലിയ ജാതിയാക്കും, നിന്നെ വലിയ അനുഗ്രഹമാക്കും. ഇത് ഈ അനുഗ്രഹത്തിന്റെ ദൂത് കേട്ട അബ്രഹാമിന്റെ ജീവിതത്തിൽ, ദൈവശബ്ദം കേട്ട അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ അവന്റെ സെൻസ് ഇതുവരെയും ഉണ്ടായിരുന്നവര് ജഡത്തെ നോക്കി അവരുടെ ശരീരം പറയുന്നതനുസരിച്ചായിരുന്നു അവരുടെ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് റോമാലേഖനം 4-ാം അധ്യായത്തില് നമ്മൾ കാണുന്നത് 17, 18, 19, 20, 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർച്ചിൽ വിളിക്കുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു എന്ന് 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, തുടർന്ന് നമ്മൾ കാണുന്നത് തന്റെ ശരീരത്തിന് നിർജീവത്വവും സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ പതറിയില്ല. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ജഡപ്രകാരം കാര്യങ്ങളെ കാണുന്നതിൽ നിന്ന് ദൈവവചനപ്രകാരം കാര്യങ്ങളെ കാണുന്ന ഒരുവനെ കർത്താവിന് കിട്ടി. അതായിരുന്നു അബ്രഹാം. അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കുക, നിനക്ക് ഞാൻ ഇതുപോലെ മക്കളെ തരും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ ലെവലിൽ ചിന്തിക്കുവാൻ, ചിന്തയിൽ അവന്റെ മനസ്സിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിനൊത്തോളം ചിന്തിക്കുന്ന അബ്രഹാം. അവിടെയാണ് അബ്രഹാമിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. അബ്രഹാം വിശ്വാസത്തിൽ ചിലപ്പോഴൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ അവിടെയും അബ്രഹാമിന്റെ മനസ്സിൽ ആ ദർശനം അകത്ത് കയറി, ദൈവം തന്ന ദർശനം. അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തോട് ചേർന്ന് കർത്താവ് നിൽക്കുക, കർത്താവ് അബ്രഹാമിനോട് ചേർന്ന് പ്രവർത്തിക്കുക. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രിയപ്പെട്ട ഞാനൊരു കാര്യം പറയാം, നമ്മുടെ അകത്ത് വസിക്കുന്ന ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ്. ആ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മൾ മനസ്സിലാക്കാത്തത്. ആ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയാത്തടത്തോളം ആത്മാവെന്ന് ആദ്യദാനം പ്രാപിച്ചവരാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്, ആ എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് എൻ്റെ ഹൃദയം തുറന്ന് ഞാൻ എപ്പോഴാണ് വിശ്വസിക്കുന്നത്, അപ്പോഴ് എന്നിലുണ്ടാകുന്ന മനസ്സിലെ പരിവർത്തനം എന്ന് പറയുന്നത് ആത്മാവിനോട് ചേർന്ന് ചിന്തിക്കാൻ തുടങ്ങും. ചിന്തയാണ്, മനസ്സാണ് നമ്മൾ കർത്താവിന്റെ ശബ്ദത്തിന് വിട്ടുകൊടുക്കുന്നത്. നീതിബോധം എന്നിലുണ്ടാകേണ്ടത് എൻ്റെ മനസ്സിന്, രോഗസൗഖ്യം ഉണ്ടാകേണ്ടത് എൻ്റെ മനസ്സിന്, അനുഗ്രഹം ഉണ്ടാകേണ്ടത് എൻ്റെ മനസ്സിനാണ്, സമൃദ്ധി ഉണ്ടാകേണ്ടത് എൻ്റെ മനസ്സിനകത്ത്. എൻ്റെ സോൾ പണിയപ്പെടണം.
എൻ്റെ മനസ്സിൽ രൂപാന്തരം ഉണ്ടാവും. അവിടെ നമുക്ക് അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും എല്ലാവരും നമ്മൾ കാണുന്നത്. ഇസഹാക്ക് ക്ഷാമകാലത്ത് വിതച്ചു, ദൈവത്തിന്റെ ദർശനത്തിൽ. യാക്കോബിന്റെ ജീവിതത്തിൽ, യോസഫിന്റെ ജീവിതത്തിൽ ഒക്കെ കാണുന്ന ജഡപ്രകാരം കാര്യങ്ങളെ കണ്ടു നടന്ന തലമുറയിൽ നിന്ന് ആത്മപ്രകാരം കാര്യങ്ങളെ കാണുന്ന തലമുറയെ കർത്താവ് കണ്ടെടുത്തു. എന്നാൽ പിന്നത്തെ നമ്മൾ കാണുന്നത് ഒരു വലിയ ജനതയായി തീർന്ന അബ്രഹാമിയ സന്തതി. അവരുടെ ജീവിതത്തിനകത്ത് അവര് ആത്മാവിൽ കാര്യങ്ങളെ കണ്ട പിതാക്കന്മാരിൽ നിന്ന് ജഡപ്രകാരം കാര്യങ്ങളെ കാണുന്നവരായിട്ട് മാറി. അവരുടെ മനോഭാവം ആ നിലയിൽ മാറാൻ തുടങ്ങി. കർത്താവ് അവർക്ക് ജഡപ്രകാരം കാര്യങ്ങളെ ചിന്തിക്കുന്നവർക്ക് ജഡപ്രകാരമുള്ള നിയമങ്ങളെ കൊടുത്തു. അതായത് റോമാലേഖനം 9-ാം അധ്യായത്തിന് 3, 4, 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, അവർ ഇസ്രായേലിൽ ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും പുത്രത്വവും മഹത്വവും അവർക്കുള്ളതെന്നാ പറയുന്നത്. ഈ പ്രമാണം അവർക്കുള്ളതാണ്, ജഡപ്രകാരം കാര്യങ്ങളെ കണ്ടു നടന്ന അവർക്ക് വേണ്ടിയുള്ളത്. പക്ഷേ ആദാമ്യ തലമുറയ്ക്ക് വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കും, വിശ്വാസത്താൽ പുത്രത്വം, വിശ്വാസത്താൽ തേജസ്. അവർക്ക് ന്യായപ്രമാണത്താലാണ് അവർക്ക് തേജസ്, പുത്രത്വം ഒക്കെ. പക്ഷെ ദൈവജനത്തിന് അങ്ങനല്ല, നമുക്ക് അങ്ങനല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ സകലർക്കും ഇന്ന് ന്യായപ്രമാണം യേശുക്രിസ്തുവിൽ റോമാലേഖനം 10:4 പറയുന്നതനുസരിച്ച് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനം. അപ്പം ഇന്ന് ന്യായപ്രമാണമില്ല. അതുകൊണ്ട് സകലരും വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിക്കുന്നു, പുത്രത്വം പ്രാപിക്കുന്നു, തേജസ് പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ മനസ്സിലുണ്ടാകേണ്ട രൂപാന്തരമാണ് വളരെ പ്രധാനപ്പെട്ടത്. മനസ്സിലുണ്ടാകേണ്ട രൂപാന്തരം. അങ്ങനെ മനസ്സ് എവിടെ ചേർന്ന് നിൽക്കുന്നു അവിടെയാണ് നമ്മുടെ വ്യക്തിത്വം നിശ്ചയിക്കപ്പെടുന്നത്. അതായത് ചിന്തിച്ചു നോക്കുക, മനുഷ്യനിൽ മനുഷ്യത്വവും ഡിവിനിറ്റിയും ഉണ്ട്. എൻ്റെ സോൾ, എൻ്റെ മനസ്സിന്റെ തീരുമാനത്തിന് മേൽ ദൈവം ഒന്നും അടിച്ചേൽപ്പിക്കത്തില്ല. വചനം റോമാലേഖനം 5-ാം അധ്യായത്തിൽ നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് അടിമകളായി സമർപ്പിക്കുക. നിങ്ങൾ സമർപ്പിച്ചാൽ അവൻ അടിമപ്പെടുത്തത്തില്ല, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ ഉപയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ, നമ്മുടെ മനസ്സിന്റെ ആലോചനകളെ ഒരിക്കലും അടിച്ചമർത്തുന്ന ദൈവമല്ല നമ്മൾ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ചിന്തകളെ പണിയാനായിട്ട്, അതുകൊണ്ടാണ് ദൈവവചനത്തിന്റെ പ്രാധാന്യം ഇത്രത്തോളം വലുതെന്ന് പറയുന്നത്. അത് നിങ്ങളെ വചനം വായിക്കണം, വായിച്ച് മനസ്സിനെ രൂപാന്തരപ്പെടുത്തണം. നമ്മുടെ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നത് മനസ്സ് രൂപാന്തരപ്പെടുത്തും, മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. അതായത് ട്രാൻസ്ഫോം യുവർ മൈൻഡ്, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തും. പാപിയായിരുന്നു, അഴുക്കിലായിരുന്നു, ശാപത്തിലായിരുന്നു, ദരിദ്രനായിരുന്നു, രോഗിയായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ഞാൻ ശാപത്തിൽ നിന്ന് പുറത്താണ്. ബിക്കോസ് ഐ ആം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ ദാരിദ്ര്യത്തിന് പുറത്താണ്, ദാരിദ്ര്യത്തിലല്ല. ഞാൻ ക്രിസ്തുവിൽ ഞാൻ സൗഖ്യമുള്ളവൻ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിനെ പുതുക്കുക. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ യേശുവിൽ നമ്മൾ കാണുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. യേശുക്രിസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശുവിനെ ജഡപ്രകാരം കണ്ടാൽ ശിഷ്യന്മാരെ പോലെ തന്നെ ഇരിക്കുന്നു. അവരൊരു വ്യത്യാസമൊന്നുമില്ല, ഡ്രസ് കോഡോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. കാരണം അതുകൊണ്ടാണ് ഗദശമന തോട്ടത്തിൽ യൂദാസ് കൂടെ പോകേണ്ടി വന്നത്, അവനെ കാണിച്ചു കൊടുക്കാൻ. അവന്റെ വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ അവന്റെ ഒരു തേജസ്സേറിയ രൂപമോ ഒരു പ്രത്യേകതമായ എന്തെങ്കിലും അവനോടുണ്ടായിരുന്നെങ്കിൽ ഒരു അടയാളം പറഞ്ഞു വിട്ടാൽ മതി. പക്ഷെ ഇവിടെ ശിഷ്യന്മാരിൽ ഒരുവനെ പോലെ തന്നെ ആയിരിക്കുന്ന യേശു ജഡപ്രകാരം കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ അവര് പറഞ്ഞത്, ഇവൻ എങ്ങനെ ക്രിസ്തു ആവുന്നത്? ഇവൻ മറിയയുടെ മകനല്ലേ, തച്ചന്റെ മകനല്ലേ,
ഇവന്റെ സഹോദരങ്ങൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. ഇവൻ നസ്രത്തുകാരനല്ലേ. അപ്പൊ അവര് പറഞ്ഞു, ഇത് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവനെന്തോ ഭൂതത്തിന്റെ ശക്തി എന്തോ ഉണ്ട്, ഇവന് ഭൂതത്തെ കൊണ്ടാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അവർ പറയാൻ തുടങ്ങി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ ശരീര പ്രകൃതത്തിൽ മാറ്റമൊന്നും കാണാനില്ല. യേശുവിന്റെ ശരീരം നമ്മളെ പോലെ തന്നെ. പക്ഷേ അവന്റെ മനസ്സിൽ, ക്രിസ്തുവിന്റെ മനസ്സ് എന്തായിരുന്നു? ക്രിസ്തുവിന്റെ മനസ്സിന്റെ പ്രത്യേകത വചനത്തിൽ 2 കാര്യം ഇങ്ങനെ പറഞ്ഞു. പിതാവ് കാണിച്ചു കൊടുക്കുന്ന അല്ലാതെ പുത്രൻ ഒന്നും ചെയ്യുന്നില്ല. 2, പിതാവ് പറയുന്നല്ലാതെ പുത്രൻ ഒന്നും പറയുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞിരിക്കുക, എനിക്ക് പിതാവിനെ വേർപിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എപ്പോഴാണ് യേശുവിന്റെ മനസ്സ്, മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ആത്മാവിന്റെ തലത്തിൽ കാര്യങ്ങളെ കാണാൻ തുടങ്ങിയത്, ആത്മമണ്ഡലത്തിൽ. അവിടെയാണ് നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും കാണുന്ന യേശുവിന്റെ സ്നാനത്തെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അവൻ ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസ് 4:1 പറയുന്ന അവൻ ആത്മാവ് നിറഞ്ഞവനായി. ലൂക്കോസ് 4:14 പറയുന്ന അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞപ്പോ, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയപ്പോ നമുക്ക് അവനിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. അവൻ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ, ഹല്ലേലൂയ, അവൻ ആത്മാവിൽ ജനിച്ചവനാണ്. അതായത് ആത്മാവിൽ ജനിച്ചവനായ യേശു ക്രിസ്തു യേശുവിന്റെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമേൻ ചരിത്രം സൃഷ്ടിക്കുന്നവനായിട്ട്. അതായത് യേശു മറിയയുടെ ശരീരത്തിൽ ഉരുവായത് മറിയ ജീവിതം കൊണ്ട് വിശുദ്ധയായിരുന്നു. എന്നാൽ നിങ്ങളിലും എന്നിലും യേശു ഉരുവാകാൻ കാരണം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ വിശുദ്ധരായതുകൊണ്ടല്ല, വിശ്വസിച്ച് വിശുദ്ധരായതുകൊണ്ടാണ്. യേശു ക്രിസ്തു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് വിശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നിൽ ക്രിസ്തു ഉരുവായത്, ക്രിസ്തു വസിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ മറക്കരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് ജയാളികളായി ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നമുക്ക് നടന്നു കയറണമെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 8:14 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അപ്പൊ അനുസരിക്കുന്ന എവിടെയാ? മനസ്സാണ് അനുസരിക്കേണ്ടത്, മനസ്സാണ് വിധേയപ്പെടേണ്ടത്. സോൾ, നമ്മുടെ പ്രാണൻ, നമ്മുടെ മനസ്സ് വിധേയപ്പെടണം. നമ്മുടെ ദേഹി ആത്മാവിന് വിധേയപ്പെടണം, ആത്മാവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അവിടെ യേശുക്രിസ്തു ആത്മാവിൽ നയിക്കപ്പെട്ടവനായ യേശുക്രിസ്തു മരിച്ചു കിടക്കുന്ന യായിറൂസിന്റെ കുഞ്ഞിനെ കണ്ടിട്ട് പറയുകയാണ്, മരിച്ചിട്ടില്ല, ഉറങ്ങാം. ലാസറിന്റെ കല്ലറയ്ക്കകത്ത് ഇരിക്കുമ്പം യേശു പറയുക, അവൻ ഉയർത്തെഴുന്നേൽക്കും. എല്ലാരും പാപി എന്ന് കുറ്റം വിധിച്ച് കല്ലുമായിട്ട് ഇരിക്കുമ്പോൾ യേശു പറയുക, ഞാൻ നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. കുഷ്ഠരോഗിയെ തുടരുതെന്ന് പ്രമാണമുള്ളപ്പോൾ യേശു തൊട്ടിട്ട് പറയാ, സൗഖ്യമാകുക. കുരുടനായ മനുഷ്യന് സൗഖ്യമാകാൻ ഒരു സാധ്യതയില്ലായിരിക്കും. ശബത്ത് ദിവസം സൗഖ്യമാക്കും. 38 വർഷം കുളക്കിറക്കണമെന്ന് സൗഖ്യമാക്കും. ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുവൻ, ആ മനസ്സിനെ നമ്മൾ അങ്ങനെ പക്വപ്പെടുത്തി എടുക്കുക എന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത്, സ്പിരിച്വൽ ലൈഫ് എവിടെയോ എപ്പോഴും ഉണ്ടാകുന്ന ചില ആത്മീക അനുഭൂതിയിലൂടെ ഉണ്ടാകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ദൈവവചനത്തിൽ ഒരു വ്യക്തി എത്രത്തോളം അടിസ്ഥാനപ്പെട്ട് വളരുന്നോ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ആത്മീക ജീവിതത്തെ നിശ്ചയിക്കുന്നത്. ഏതോ ആരാധനകളിൽ, ഏതോ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ, ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആത്മീക അനുഭൂതികളല്ല ആത്മീയത എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ട ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായിട്ട്, ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുത്താനായിട്ട്, പിതാവിന്റെ ശക്തി വെളിപ്പെടുത്താനായിട്ട് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുക. അതുകൊണ്ട്
ആദാമില് ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ആത്മാവും മനസ്സും തമ്മിൽ അകന്നു. കുറ്റബോധം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു. അവിടെ മാറ്റം ഉണ്ടാകുന്നത് എവിടെയാണ്? മനസ്സിൽ. കുറ്റബോധം മനസ്സിൽ നിന്ന് മാറിപ്പോ. ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് എങ്ങനെ പരിഹാരം വരുത്തണം അറിയില്ല. ഇതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരണം, ഇതിനെങ്ങനെ മാറ്റം വരും അറിയില്ല. അവിടെ പിതാവായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചിട്ട്, അതായത് അവൻ തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആത്മാവായവൻ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. വചനമായവൻ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നവൻ, വചനം ജഡമായി തീർന്നവൻ, സകല മാനവജാതിയുടെയും പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് സകല മാനവജാതിയുടെയും വിടുതലിന് വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ തന്നെ മനുഷ്യന് വേണ്ടി പാപപരിഹാര യാഗമായി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെ തന്നെ മാനവരാശിയുടെ വിടുതലിനായി ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഹല്ലേലൂയ, അവിടെ സംഭവിച്ചത് ദൈവത്തിന്റെ കോപം, ദൈവത്തിന്റെ കോപാഗ്നി, മനുഷ്യന്റെ പാപത്തോടും മനുഷ്യന്റെ അധർമ്മത്തോടും ദൈവത്തിനുണ്ടായിരുന്ന കോപാഗ്നി കെട്ടടങ്ങി എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ല, ദൈവത്തിന്റെ കോപാഗ്നി അല്ല കെട്ടടങ്ങിയത്, നമ്മുടെ അകത്ത് കുറ്റബോധമാണ് കെട്ടടങ്ങിയത്. യേശുക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, യേശുവിനെ ക്രൂശിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി തകരാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവത്തിന് ഒരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. ആ ക്രൂശിലേക്ക് നോക്കി, ആ യേശുവിങ്കിലേക്ക് നോക്കി നമ്മുടെ അകത്ത് നഷ്ടപ്പെട്ടു പോയ ആത്മാവിനോടുള്ള ബന്ധം തിരിച്ചു പണിയപ്പെടണം. ആത്മാവിനോടുള്ള ആ ബന്ധം റിസ്റ്റോർഡ് ആകണം. അതായിരുന്നു കർത്താവിന്റെ പദ്ധതി. അതിനു വേണ്ടിയാണ് യേശുവിനെ ക്രൂശിൽ പിതാവായി ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ യേശുവിലേക്ക് നോക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലുണ്ടാകേണ്ട ഒരു മാറ്റമുണ്ട്. ജീസസ് ഡൈഡ് ഓവർ ദ ക്രോസ് ഫോർ മീ. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് എനിക്ക് ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം സാധ്യമാണ്. ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതം സാധ്യമാണ്. എനിക്ക് ആത്മാവിനാൽ എനിക്ക് നൽകപ്പെട്ടത് ദൈവത്തിന്റെ മകൻ എന്ന പദവിയാണ്. എന്റെ ആത്മാവിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നത് പുത്രത്വമാണ് എന്ന ആഴമേറിയ ബോധ്യം. അതേ പ്രിയപ്പെട്ടവരെ, ആ ബോധ്യമാണ് നിങ്ങളെയും എന്നെയും ധൈര്യപൂർവ്വം കൃപാസനത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നത്. നിത്യതയുടെ ബോധ്യം നമ്മുടെ അകത്ത് തരുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. അതായത് എന്റെ അകത്ത് ഞാൻ മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന നിത്യതയല്ല, ഇപ്പോൾ തന്നെ നിത്യതയിലാണ്, ഞാൻ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, ഞാൻ ക്രിസ്തുവിലാണ് ഹല്ലേലൂയ എന്ന ബോധ്യമുണ്ടാകുമ്പോൾ ഹല്ലേലൂയ അവിടെയാണ് മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവ സാദൃശ്യം തിരിച്ചു ലഭിക്കുന്നത്, ദൈവ മഹത്വം തിരിച്ചു ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുവാകട്ടെ, നിങ്ങൾ ഏത് പ്രകൃതത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഒന്ന് തിരിച്ചറിയണം, യേശു ക്രൂശിൽ മരിച്ചത് എൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്, എൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്, ഞാൻ നീതിമാനാകാനായിട്ടാണ്. നിങ്ങളുടെ മനസ്സുകൊണ്ട് അത് തിരിച്ചറിയും, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിൽ നിങ്ങൾ അത്ഭുതം കാണും. മുഴുവൻ മേഖലകളിൽ നിങ്ങൾ അത്ഭുതം കാണും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വ്യസനിച്ച് കഴിയേണ്ട, കുറ്റബോധത്തിൽ കഴിയേണ്ട. നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ യാഗം, യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനം എന്നേക്കുമായി പരിഹാരം വരുത്തി. നിങ്ങളതൊന്ന് വിശ്വസിച്ചാൽ മതി. ഒന്ന് വിശ്വസിച്ചാൽ മതി. യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. അതെ, നിങ്ങൾ എപ്പോഴാണോ ദൈവം യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൽ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ധൈര്യമുണ്ട്. ഞാൻ ദൈവ പൈതല, ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന്റെ മകനാണ്, ആ ദൈവ മക്കളാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകാനായിട്ടാണ് യേശുവിനെ ക്രൂശിൽ പരസ്യമായി നിർത്തിയത്.
ഇന്ന് പ്രിയപ്പെട്ടവർ, നിങ്ങളത് വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തകർന്ന അവസ്ഥയിൽ കിടക്കുന്നവർക്കും എഴുന്നേൽക്കുവാൻ, പ്രയോജനപ്പെടുവാൻ, പ്രകാശിപ്പാനായിട്ട് സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. ആകയാൽ ആമേൻ, കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളെ മറക്കാം, ക്രിസ്തുവിൽ എഴുന്നേൽക്കാം. ആമേൻ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് തന്നെ ഒന്ന് പറയാമോ? നിങ്ങളുടെ സോളിൽ നിങ്ങളോട് തന്നെ പറയാമോ? ഞാൻ കർത്താവിന്റെ വിലയേറിയവനാണ്, ഞാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിൽ സൗഖ്യമായിരിക്കുക, ഞാൻ കർത്താവിൽ ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അങ്ങ് തന്ന എല്ലാ ആത്മീക ഭൗതിക നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളിൽ ആത്മാവിലൂടെ ഞങ്ങൾക്ക് തന്ന വീണ്ടും ജനനത്തിന്, ഞങ്ങളുടെ മനസ്സിൽ കർത്താവ് ക്രിസ്തുവിന്റെ ആമേൻ ക്രൂശ് പുനരുത്ഥാനത്തിന്റെ ഉറപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് നന്ദി കർത്താവ്. അതിലൂടെ ഞങ്ങളിൽ വസിക്കുന്ന ദൈവാത്മാവിനെ തിരിച്ചറിയാനായിട്ട്, ഞങ്ങളിൽ വസിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗം, ശാപം, ദാരിദ്ര്യം, പാപബോധം, ഇവ എല്ലാം ജീവിതത്തെ വാഴുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ വാഴ്ചയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ജയാളികളായി, അത്ഭുതം പ്രാപിച്ചവരെ എഴുന്നേൽക്കട്ടെ, ജയാളികളായി നിൽക്കട്ടെ. നിന്റെ രാജ്യത്തിന് ഒരു പ്രയോജനകരമായി തീരട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമാക്കി അവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠതയുള്ളവരാക്കി അവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി, സൗഖ്യമാക്കിയതിനായി സ്തോത്രം. എല്ലാം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിനോട് പറയണം, ഞാൻ നീതീകരിക്കപ്പെട്ടവൻ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവൻ, എന്നിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ്. ആ ബോധ്യം, ആ അറിവ് നിങ്ങളുടെ അകത്ത് വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിന് തുടർന്നുള്ള അടുത്ത ഭാഗവും ഇതിനോട് തുടർച്ചയായിരിക്കും. അതുകൊണ്ട് അടുത്ത ഭാഗവും നിങ്ങൾ മിസ് ചെയ്യരുത്. നിശ്ചയമായിട്ട് നിങ്ങൾ കാണണം, കേൾക്കണം. നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഞങ്ങളുടെ പുസ്തകങ്ങൾ സൗജന്യമായി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് പുസ്തകങ്ങൾ ലഭ്യമാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.